നമസ്കാരം സുഹൃത്തുക്കളെ. പൂഴി കേട്ടോ, മണലോണ്ടാണ് ഇവിടെ പടവ്. മണലോണ്ട് പടുത്തിട്ട് ഒരുപാട് കാലമായിട്ടോ. എന്താ സുഖം, സൂപ്പറാണേ. അപ്പോൾ മണൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ തന്നെ. മണലിന് പകരം വെക്കാൻ മണൽ തന്നെ. ഞങ്ങളുടെ നാട്ടിൽ പൂഴി എന്നൊക്കെ പറയുന്നതിന്. അപ്പോൾ നമ്മൾ ചെറിയൊരു അരഞ്ച് കനത്തിൽ ചെറുതായിട്ടൊന്ന് മസാല പരത്തിയിട്ടേ മൂലണ്ട് തൂക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് സംഭവം സിമെൻറ്റ് ഇടാത്ത പോലെ ഉണ്ട് കേട്ടോ. കാണുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ എംസാൻഡ് കൊണ്ട് പടവ് ചെയ്ത് കറുപ്പ് കളറുണ്ടല്ലോ, അത് ഇതിന് കിട്ടണില്ല. സംഭവം 8-ന് സെയിം സിമെൻറ്റാണ്, 8-ന് 1 സിമെൻറ്റ് ഇട്ടുള്ളത്. അപ്പോൾ നമുക്ക് സിമെൻറ്റ് ഇട്ടിട്ട് അരഞ്ച് കനത്തിൽ ഇങ്ങനെ വെച്ചിട്ട് മൂല തൂക്കാൻ പോകട്ടോ. മൂല തൂക്കാൻ പോവുകയാണ്. ഒരു മൂലക്കല്ലോട്ടെ. അപ്പോൾ അതാണ് നമ്മളെ മൂലപ്പത്തർ. മൂലക്കല്ല് എന്ന് പറയുമ്പോൾ ഒക്കെ സൈസ് തന്നെ കേട്ടോ. സംഭവം അടിയിൽ നല്ല കല്ലാണെങ്കിലും മുകളിലേക്ക് കുറച്ച് മോശമായി പോയി കല്ല്. ചേടിക്കല്ല, കുറച്ച് കനം കുറഞ്ഞ കല്ല് മതി, കുറച്ച് ടെമ്പർ പാറ വേണ്ടാന്ന് പറഞ്ഞപ്പോഴേ പറ്റ ചെടിയായിപ്പോയി. പറ്റ ചെടിയല്ല, കുറച്ച് ചെടിയായിപ്പോയി. കുഴപ്പമില്ല. അപ്പോൾ കല്ല് തൂക്കുമ്പോൾ ആദ്യം ഈ സൈഡായിട്ട് നമ്മൾ കല്ല് തൂക്കുക. കല്ല് ആദ്യം നിർത്തുക, കറക്റ്റ് നിർത്തുക. എന്നതിന് ശേഷം നമ്മളിതാ ഏറ്റവും അടിയത്തെ വരിൻ്റെ മോൾ ഭാഗത്തേക്ക് തൂക്കിട്ടിട്ട് ലെവലാക്കുക. ഇതൊക്കെ വെച്ചാൽ മതി, ലെവൽ തന്നെ, ഒന്നും ചെയ്യാനില്ല. അതാണ് നമ്മളിത് വെച്ച് ശീലമുള്ളവർ വെക്കുമ്പോഴൊരു മെച്ചം. മറ്റവർ അങ്ങോട്ട് നീക്കി ഇങ്ങോട്ട് നീക്കി. പിന്നുള്ള പണി എന്ന് പറഞ്ഞാലേ കല്ലുമ്മിലുള്ള ചളി തുടയ്ക്കുക എന്നുള്ളതാണ്. ചളി തുടച്ചതിന് ശേഷം ഈ ഭാഗം അതേപോലെ കല്ല് നിർത്തുക. ചെറിയൊരു മേട്ടൊക്കെ കൊടുക്കാണ്ടാവും, ചൂട്ടം മേട്ടം കൊടുക്കാണ്ടാവും. നേരെ അടിക്കോട്ടെ. ഓക്കെ. അപ്പോൾ നമ്മൾ മൂലക്കല്ല് തൂക്കിട്ടോ. ഇനിയിപ്പോൾ ഇവിടെ ഒരു കല്ല് വെക്കുക. ഇവിടെ ഒരു വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ കട്ടയാണ് നോക്കേണ്ടോ. ജനൽ വരുന്ന ഭാഗത്ത് കട്ട, ചെതൽ വരില്ല എന്ന് പറഞ്ഞേ കട്ട വന്നാൽ. അപ്പോൾ ഈ അറ്റത്ത് വരുന്ന ഒരു ഫുൾ കട്ട, ഒരു അരക്കട്ട, ഫുൾ കട്ട, അരക്കട്ട, അങ്ങനെ പോവും. 2.10 ഹൈറ്റ് വരെ പോവും. ഇവിടെ അതേപോലെ തന്നെ ചെതൽ കല്ലുമ്മക്കൂടെ ഇങ്ങോട്ട് വരില്ല. കട്ട കടന്നു പോകില്ല എന്നാണ് പറഞ്ഞത്. ചെതൽ അത് കമൻറ്റ് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും മെച്ചം ഉണ്ടോ ഇല്ല എന്ന് കാരണം ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്തോളി. അപ്പോൾ ഞങ്ങൾ പൊക്കി പോവാണ്. വീടുതാ ഞങ്ങളെ പണിതാ കാം ഇങ്ങനെ കഴിഞ്ഞു കേട്ടോ. 5 വരി ഏകദേശം ഓൾറൗണ്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ജനാർദ്ദന മേസ്തിരി അവിടെ നിന്ന് ഇങ്ങനെ 2.10 ഹൈറ്റാക്കി ഇങ്ങനെ വരുന്നുണ്ടെന്ന് സെൻറ്ററിങ്ങാരുണ്ട് കേട്ടോ. ചെരുവതാ ലിവിങ് റൂം അത് കോൺക്രീറ്റ് ചെയ്ത് മുഴുവനാക്കിയാലേ ഞങ്ങൾക്ക് ബാക്കി പരിപാടികൾ നടക്കുള്ളൂ. അതിൻ്റെ ചെരുവ് നേരെ ഇങ്ങോട്ട് വരാനുള്ളതാണ്. ആ ചെരുവിൻ്റെ മുകളിൽ ഞങ്ങൾക്ക് പടവ് ചെയ്ത് മുട്ടിക്കാണ്ട്. അതിൻ്റെ ടോപ്പ് ലെവൽ അതാ 2.10 കുറച്ചും കൂടി പൊന്തിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ഒരു ലിൻഡർ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ആ ഒരു ചെരുവ് ഇങ്ങനെ അടിച്ചിങ്ങനെ വരുന്നുണ്ട്. ആ ഒരു ഭാഗം വരുന്ന ആ റൂമുണ്ടല്ലോ, അത് കോർട്ട്യാർഡാണ്. ആ കോർട്ട്യാർഡിലേക്കാണ് അതിൻ്റെ ചെരുവ് വരിക. ലിവിങ്ങിൻ്റെ ചെരുവ് നേരെ കോർട്ട്യാർഡിലേക്ക് വരും. അതേപോലെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള സൺഷെയ്ഡ് അപ്പുറത്തേക്കും, അതേപോലെ ഒരു സൺഷെയ്ഡ് ഉള്ളിലേക്കും വരും. പിന്നെ ഈ 2 ഭാഗം കോർട്ട്യാർഡിൻ്റെയും മറ്റേ 2 ഭാഗം ഇതിൻ്റെ മെയിൻ സ്ലാബ് ഒക്കെ ചെരുവാട്ടോ. മുകളിലൊക്കെ ചെരുവാണ്. ആ ഒരു ചെരുവ് നേരെ ആ കോർട്ട്യാർഡിലേക്ക് അങ്ങനെ വരും. അങ്ങനെ 4 ഭാഗത്തുനിന്നും ചെരിഞ്ഞിട്ട് സെൻറ്ററിലേക്ക് വെള്ളം വീണ രീതിയിൽ ആ കോർട്ട്യാർഡ് അവിടെ സെറ്റ് ആവും കേട്ടോ. ആ നേരെ കോണിയിട്ട് അതാണ് കോണീൻ്റെ അവിടെ ഒരു ജനലുണ്ട്. നേരെ കോണി ഇങ്ങോട്ട് കയറി വരുമ്പോൾ അവിടെ ഒരു പാസേജാണ് ഉള്ളത്. അവിടെ നേരെ കാണുന്ന അതേ റൂമാണ്. താഴത്ത് നീളത്തിലുള്ള ഹാളായിരുന്നു. മുകളിൽ റൂം അവിടെ കിട്ടിയിട്ടുണ്ട്. അവിടെ ഒരു ബാത്റൂം, ചിമ്മിനി, ഇത് ഫുള്ള് ഓപ്പൺ ടെറസ്. അവിടെ ആ ബെഡ്റൂമിൽ നിന്ന് നേരെ ഒരു ബാൽക്കണി മോഡൽ അവിടെ ചെറിയൊരു സ്ലാബ് ഉണ്ട്. ആ സ്ലാബിൻ്റെ കാര്യത്തിൽ തീരുമാനമില്ല. അത് ചെറിയൊരു സ്ലാബ് കട്ട് ചെയ്യാനുള്ളൊരു തീരുമാനത്തിൽ നമ്മളെ ചന്ദ്രൻ മേസ്തിരിൻ്റെ അഭിപ്രായത്തിൽ എന്താ അത് കട്ട് ചെയ്ത് ഒഴിവാക്കണോ? കട്ട് ചെയ്ത് ഒഴിവാക്കാനല്ലേ. കാരണം ഇവിടെ ചെറിയൊരു സ്ലാബ് അവിടെ വന്ന് കിട്ടിയത്. ഇതിൽ ഇരിക്കാനും നിൽക്കാനുള്ള സ്ഥലം അവിടെ ഇല്ല അല്ലേ. പിന്നെ മാത്രമല്ല അതിനനുസരിച്ചുള്ള സൺഷെയ്ഡ് കൊടുക്കുമ്പോഴേ ഞാൻ മുകളിൽ നിന്ന് കാണിച്ചു തരാം. പിന്നെ മാത്രമല്ല അതിനനുസരിച്ചുള്ള ഒരു സൺഷെയ്ഡ് ഇവിടെ കൊടുക്കുന്ന സമയത്ത് ചാട്ടം കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരും. ഇത് കവർ ചെയ്ത് വരണമല്ലോ. ഇതാണ് നമ്മളെ കോർട്ട്യാർഡ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂമിൻ്റെ 12 ബെഡ്റൂമിൻ്റെ ഒരു വലിപ്പം തന്നെ ഉണ്ട്. അപ്പോൾ അതിലേക്കാണ് നമ്മളെ വെള്ളമൊക്കെ ഇങ്ങനെ ചാടിയിട്ട് വെളിച്ചും കാറ്റും എയറും എല്ലാം ഇതിലൂടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് മൊത്തമായിട്ട് വരുന്ന പറഞ്ഞേ. നമ്മളെ പടവ് ചെയ്ത വേറെ ഇവിടെ നിന്ന് ഒഴിവാക്കില്ല, അവർക്ക് സുഖമായിക്കോട്ടെ വെച്ച്. ഇതാ ഈ ഒരു ചെരുവുമെന്നൊരു മൂല ഏകദേശം ഒരു കുറച്ച് വരും. ഈ റൂമിൻ്റെ ഏകദേശം ഒരു 1 മീറ്റർ വരിക്കില്ലേ. എത്ര വരും? 1 മീറ്റർ വരുമോ? അത് ഇവിടുന്ന് നേരെ ഒരു 90-ൽ ഒരു മൂല വരും. എന്നിട്ട് ആ മോന്തായത്തിൽ നിന്ന് ആ കോർണറിലേക്ക് ഒരു മൂല, അതേപോലെ ഈ കോർണറിലേക്ക് ഒരു മൂല. അപ്പം 3 ഭാഗത്തേക്ക് ചെരുവുണ്ടാവും. സംഭവം മനസ്സിലായില്ലേ? 3 ഭാഗത്തേക്ക് ചെരുവുണ്ടാവും. ആ ചെരുവ് സൺസൈഡ് ചാട്ടാണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പുറത്തേക്കുള്ള ചാട്ടാണ് ഇപ്പോൾ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു നൂലൊക്കെ കെട്ടിയിട്ടേ പണി ഇവിടെ നടക്കുന്നുണ്ട്. അവിടെ അടിച്ചു തുടങ്ങിയോ? നൂല് കെട്ടിയിട്ടുള്ളൂ? പറ്റടിച്ച് സൺസൈഡ് ഇത് പിടിപ്പിച്ചില്ലല്ലോ. ഞങ്ങൾ ഉയരം ഇവിടെ വെച്ചത് സുഖമായില്ല ഞങ്ങൾക്ക്. അതാണ്. കട്ട കയറുന്നുണ്ട്, കല്ല് കയറുന്നുണ്ട്, കല്ല് പടുക്കുന്നുണ്ട്, സെൻറ്ററിങ് കൂടെ അടിക്കുന്നുണ്ട്, വാർക്കാൻ പോകുന്നുണ്ട്. 2 ദിവസം കൊണ്ട് വാർക്കുന്നുണ്ട്. വാർത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഹൈറ്റ് 2.10 ഹൈറ്റ് ആക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് പണി നടക്കുന്നുണ്ട്. ഓക്കെ, ബായ്. സെൻറ്ററിങ്ങാരവിടെ കറക്റ്റ് വാട്ടർ ലെവലൊക്കെ നോക്കിയിട്ടാണ് ചെയ്യണമെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ചന്ദ്രൻ മേസ്തിരി അവിടെ ഉണ്ട്. ഓക്കെ.